വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥനയെക്കുറിച്ച് നാമൊക്കെ ഒരുപാട് കേൾക്കുകയും ഒരുപാട് ഒക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ഈ വചനഭാഗത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ ആഗ്രഹവും ലക്ഷ്യവും എന്തായിരിക്കണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈശോ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരികയും, അഥവാ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും, എന്തിനൊക്കെ വേണ്ടി നാം ആഗ്രഹിച്ചാലും, എന്തെല്ലാം പ്രാർത്ഥനകൾ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചാലും നമുക്ക് ലഭിക്കുന്നതായ അടിസ്ഥാനപരമായ ആത്യന്തികമായ അനുഗ്രഹമെന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് ഈശോ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയും എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 34-ാമത്തെ വാക്യം: ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഒരു ദൈവത്തെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തരികയും, ഇതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിക്കുകയും 7-ാം അധ്യായത്തിൽ 37 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വളരെ ശക്തമായ ഒരു പ്രബോധനം നമുക്ക് നൽകുകയും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു: ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റി. സ്നേഹമുള്ളവരെ, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവനിൽ നിന്നും ഉറവ ഒഴുകുന്ന തരത്തിലുള്ള ഒരു അഭിഷേകമാണ് പിതാവ് അവന് നൽകാൻ പോകുന്നത് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. നീ എത്ര ദാഹിക്കുന്നവനാണെങ്കിലും, വലിയ വേനൽക്കാലത്ത് വരണ്ട് വിണ്ടുണങ്ങിയ മണ്ണ് പോലെയാണ് നിന്റെ ഹൃദയമെങ്കിലും, നീ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, പിതാവിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിന്റെ ഹൃദയത്തിലേക്ക് വലിയ പെരുമഴ പെയ്യുമെന്ന്, വലിയ പെരുമഴ പെയ്ത് നിന്റെ ഹൃദയത്തിൽ നിന്നും ഉറവ പൊട്ടുവാൻ മാത്രം, ജീവജലത്തിൻ്റെ ഉറവ ഒഴുകുവാൻ മാത്രം വലിയ മഴയാണ്, വലിയ അഭിഷേകമാണ് പിതാവ് നിനക്ക് തരാൻ പോകുന്നത് എന്ന് സുവിശേഷത്തിലെ മിശിഹ നമ്മെ പഠിപ്പിക്കുകയും. എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പിതാവ് ദൈവം നൽകുക എന്നും സുവിശേഷത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുകയും, നാം ഒരുപാട് ദാഹത്തോടെ പിതാവിനോട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും
ഈ വചനത്തിൽ സൂചനയുണ്ട്. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നാം വായിക്കുന്നുണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ സമാനമായ ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായത്തിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 1 മുതൽ വാക്യങ്ങൾ. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഇവിടെ വീഞ്ഞും പാലും എന്നൊക്കെ പറയുന്നത് കേവലം ശരീരത്തിൻ്റെ ആസ്വാദനങ്ങളാണ് എന്ന്, കേവലം ശാരീരികമായ ആവശ്യങ്ങളുടെ നിർദ്ധാരണമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം വചനം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ നീതിയും. റോമാലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. കാരണം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ എന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയം ദാഹിക്കേണ്ടത്, നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതായ ദാഹം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുവാൻ, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയം ആഗ്രഹിക്കുവാൻ, ഈശോയെ എനിക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ തരണം, പിതാവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഉള്ളം നിറയ്ക്കണം എന്ന വലിയ ദാഹത്തോടുകൂടി, വലിയ ആഗ്രഹത്തോടുകൂടി, വലിയ നിർബന്ധ ബുദ്ധിയോടുകൂടി പിതാവിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കണമെന്ന് വചനം നമ്മോട് പറയുക. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായിട്ട് ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഈ വിശിഷ്ട ഭോജ്യങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളുമാകുന്ന ഭോജ്യങ്ങളാണ്. കാരണം ഈശോ പറഞ്ഞു, സമറിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. യാക്കോബിന്റെ കിണറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ ലോകത്തിലെ കിണറുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ ലോകം വെച്ചു നീട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചും, ഈ ലോകം വെച്ചു നീട്ടുന്ന ആസ്വാദനങ്ങളെക്കുറിച്ചും, ഈ ലോകത്ത് നൽകാൻ സാധിക്കുന്ന സുഖങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് ഈശോ പറയുക, ഇതാസ്വദിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കുകയില്ല, പിന്നെയോ അത് അവനിൽ നിന്ന് ഒഴുകുന്ന ഉറവയായി മാറും. സ്നേഹമുള്ള സഹോദരങ്ങളെ, വീണ്ടും ദാഹിക്കുകയില്ലാത്ത സംതൃപ്തി നൽകുന്ന, വീണ്ടും വിശക്കുകയില്ലാത്ത നിറവ് നൽകുന്ന അഭിഷേകമെന്ന് പറയുന്നത്, അനുഗ്രഹമെന്ന് പറയുന്നത്, ദൈവം നൽകുന്ന നന്മയെന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവ് തന്നെയാ. ഈ പരിശുദ്ധാത്മാവിനെ നീ ആഗ്രഹിക്കുകയും, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ദാഹിക്കുകയും, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി വിശക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഇളം പൈതലിനെ പോലെ, ഒരു കൊച്ചുകുട്ടിയെ പോലെ സ്വർഗപിതാവിൻ്റെ മുമ്പിൽ, ദൈവപിതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് വാശി പിടിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാവവും രൂപവും ശൈലിയുമെന്ന്
ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രാർത്ഥിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കേണ്ടതും നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും ഒറ്റ സംഗതിക്ക് വേണ്ടിയാ. നാം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറെ ഒരു നന്മയ്ക്കും വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തനിമ മാറുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവം, രീതികൾ എല്ലാം മാറുന്നതായ ഒരു അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിയെ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ ആ വ്യക്തി അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് സയൻസ് ഗ്രൂപ്പ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വ്യക്തിയുടെ പ്രാക്ടിക്കൽ എക്സാം, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു. ഈ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ ആ പ്രാക്ടിക്കൽ തെറ്റിപ്പോയതിൻ്റെ, പഠിച്ചതൊക്കെ മറന്ന് നന്നായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ സാധിക്കാതെ പോയതിൻ്റെ നഷ്ടബോധത്തിൽ അവൻ ലാബിന് പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരു സംഗതി കടന്നു വരുന്നത്, ഇത് സംഭവിക്കുന്നത് 1995 മാർച്ച് മാസത്തിലാണ്. 2ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായ ഒരു വ്യക്തിയുടെ അനുഭവം, അന്നത്തെ അനുഭവം. ആ വ്യക്തി ലാബിന് പുറത്തിറങ്ങിയപ്പോൾ ഓർമ്മയിലേക്ക് വന്നു, ഇനി എനിക്ക് 2 ആഴ്ചയും കൂടിയാണ് സ്റ്റഡി ലീവ് ഉള്ളത്. ഇതൊരു ബുധനാഴ്ചയാണ് സംഭവിക്കുന്നത്, ഈ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. എനിക്ക് ബുധനാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ചയും കൂടി, 2.5 ആഴ്ചയും കൂടി എനിക്ക് സ്റ്റഡി ലീവ് ഉണ്ട് തിയറി എക്സാമിന് മുമ്പായിട്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാക്ടിക്കലായിരുന്നു പാസ് മാർക്ക് മേടിക്കാനുള്ള ഒരു മാർഗമായി മനസ്സിലുണ്ടായിരുന്നത്. ഈ പ്രാക്ടിക്കലൂടെ പോയപ്പോൾ ദൈവമേ, ഞാനിനി എങ്ങനെ ഈ പ്രീ ഡിഗ്രി പാസ്സാകും എന്ന ഉത്കണ്ഠയോടുകൂടി പുറത്തിറങ്ങിയപ്പോൾ ഇവൻ ഓർമ്മ വരുന്നത്, ഈ വരുന്ന ഞായറാഴ്ച തൻ്റെ അപ്പച്ചൻ ഒരു ധ്യാനത്തിന് പോകാൻ വേണ്ടി സീറ്റ് ബുക്ക് ചെയ്ത് ഇരിക്കുന്ന സമയമാണ്. അത് വേറൊരിടത്തുമല്ല, കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ പ്രാരംഭ ധ്യാനം കൂടുവാൻ CJ വർക്കിയച്ഛനുള്ള സമയമാണ്. CJ വർക്കിയച്ഛൻ്റെ കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ പ്രാരംഭ ധ്യാനം കൂടുവാനായിട്ട് അപ്പച്ചൻ ഏതാണ്ട് 6-7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സീറ്റ് ബുക്ക് ചെയ്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് ചെല്ലും, എന്നിട്ട് അപ്പച്ചനോട് പറയും, അപ്പച്ച ആ ധ്യാനത്തിന് ഞാൻ പോകാം, എൻ്റെ സ്റ്റഡി ലീവിൽ ഞാൻ ആ ധ്യാനത്തിന് പോകാം. കാരണം ഞാൻ വീട്ടിലിരുന്ന് എത്ര പഠിച്ചാലും എനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വരുന്ന 2-3 ദിവസങ്ങൾ കൊണ്ട് ഫസ്റ്റ് ഇയറിലെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടത് ഞാൻ പഠിക്കാം. ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് സെക്കൻഡ് ഇയറിൽ ഞാൻ പഠിച്ചുകൊള്ളാം, ഞാൻ ധ്യാനത്തിന് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ആകെ ഉത്കണ്ഠയായി. തിയറി എക്സാമിൻ്റെ സ്റ്റഡി ലീവിൽ ധ്യാനിക്കാൻ പോയാൽ പഠനം എങ്ങനെ ശരിയാകും? ഏതായാലും അപ്പച്ചൻ പോയി ഇടവക പള്ളിയിലെ കൊച്ചച്ഛനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു കരിസ്മാറ്റിക് ധ്യാന ഗുരുവായ കൊച്ചച്ഛൻ പറഞ്ഞു, അവൻ ധ്യാനിക്കാൻ പോകട്ടെ, പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കുമെന്ന്. ഏതായാലും അച്ഛൻ്റെ അഭിപ്രായമനുസരിച്ച് അപ്പച്ചൻ അവന് ധ്യാനിക്കാൻ പോകാൻ അനുവാദം കൊടുത്തു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ധ്യാനത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ആകെ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. കാരണം പരിശുദ്ധാത്മാവ് ഒരത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും നന്മയുണ്ടാവുകയുള്ളൂ.
വലിയ ഭാരപ്പെട്ട ഹൃദയവുമായിട്ട്, സങ്കടമുള്ള മനസ്സുമായിട്ട് ആ കൊളത്തുകൽ ധ്യാന കേന്ദ്രത്തിലേക്ക് അവൻ കടന്നു ചെന്നു. അവൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ എന്നെ സ്പർശിക്കാതെ ഇവിടെ നിന്ന് വിടരുത്. പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിച്ചു എന്നതിൻ്റെ തെളിവായിട്ട് ഞാൻ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, എനിക്കൊരു ഭാഷാവരം കിട്ടണം. സ്നേഹമുള്ളവരെ, ഞായറാഴ്ച വൈകുന്നേരം ധ്യാനം തുടങ്ങി. തിങ്കളാഴ്ചയായി, ചൊവ്വാഴ്ചയായി. ഇവൻ ഇരുന്ന് ഈ ചെറുപ്പക്കാരൻ, 17 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇടത്തും വലത്തും ഉള്ളവരൊക്കെ ഭാഷാവൃത്തി സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും ഇവൻ്റെ മാത്രം അക്ഷരസ്ഫുടതയ്ക്ക് ഒരു കുറവും വരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. വ്യാഴാഴ്ച വൈകുന്നേരം അന്ന് ആന്തരിക സൗഖ്യ ആരാധന ആ ധ്യാനത്തിൽ. ഈ ആന്തരിക സൗഖ്യ ആരാധന കഴിഞ്ഞപ്പോഴും ഇവന് ഒരു സങ്കടം ബാക്കിയാ. എനിക്ക് ഭാഷാവരം കിട്ടിയിട്ടില്ല. ദൈവമേ, ഇനി എപ്പോഴാണ് എനിക്ക് ഭാഷാവരം കിട്ടുന്നത്? നാളെ രാവിലെ അഭിഷേക ആരാധനയോടുകൂടി ധ്യാനം തീരും. ഇത്രയും ദിവസം, ഈ 4-5 ദിവസം പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത് ഇനി കിട്ടുമോ? അന്ന് രാത്രി ഒരുപാട് മണിക്കൂറുകൾ അവൻ ജപമാല കയ്യിൽ പിടിച്ച് ജപമാല ചൊല്ലി ഒരൊറ്റ പ്രാർത്ഥനയായിരുന്നു ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ, മാതാവിൻ്റെ മുമ്പിൽ അവൻ സമർപ്പിച്ചത്. കർത്താവേ, പരിശുദ്ധി അമ്മേ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണം. പിറ്റേ ദിവസം രാവിലെ അഭിഷേക ആരാധനയായി 2 ബാച്ചായിട്ട അഭിഷേകാരാധന നടത്തിയിരുന്നത്. ഒരു പകുതി പേരിരിക്കും, പകുതി പേര് പിറകിൽ നിന്ന് പ്രാർത്ഥിക്കും, ടീമംഗങ്ങൾ മുമ്പിലൂടെ പ്രാർത്ഥിക്കും. ഏതായാലും ഇവൻ ആദ്യം തന്നെ കയറിയിരുന്നു. സ്നേഹമുള്ളവരെ, ഈ വ്യക്തി കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവൻ ഒരുപാട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ ഭാഷാവരം തരണമേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനഗുരുവായ വർക്കിയച്ഛൻ ഇവനെ തലേ കൈവച്ചപ്പോൾ ഇവനോട് പറഞ്ഞു, മോനെ, നിന്റെ ആഗ്രഹങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അധരം തുറന്ന് ഈശോയെ നന്ദി, ദൈവമേ നന്ദി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഹൃദയത്തിൽ, ഇവൻ്റെ മനസ്സിൽ ഇവൻ്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് അധരം തുറന്ന് സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ സ്തുതി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, ഇവനെ ആരാണ്ട് തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. ഈ തട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ ഇവന് മനസ്സിലായി, ഇവൻ്റെ കൈകാലുകളെല്ലാം ആകെ വളഞ്ഞ് പൊളഞ്ഞിരിക്കുന്നു. അവൻ്റെ അധരത്തിലൂടെ ഒരു സ്വരം പുറത്തേക്ക് വരുന്നു. അത് മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭാരവും സങ്കടവും എല്ലാം വിട്ടുമാറി ഹൃദയം നിറയെ ആനന്ദം നിറഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ആനന്ദത്തിൻ്റെ അനുഭവമായിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. അതിനുശേഷം പ്രീ ഡിഗ്രിയുടെ പരീക്ഷയൊക്കെ വളരെ മനോഹരമായി പഠിച്ചെഴുതി പാസ്സായി. അവൻ സെമിനാരിയിൽ ചേർന്നു. ദൈവവചനം പ്രഘോഷിക്കുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യരക്ഷക സന്യാസ സമൂഹത്തിൽ പ്രവേശിച്ച് ഒരു വൈദികനായി ഇപ്പോൾ നിങ്ങളോട് വചനം പറയുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതത്തിൻ്റെ നിയോഗവും ജീവിതത്തിൻ്റെ രൂപവുമെല്ലാം മാറി വലിയ വലിയ ആനന്ദത്തിൻ്റെയും സംതൃപ്തിയുടെയും ജീവിതമായി ആ ജീവിതം മാറുമെന്ന് ജീവിത അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സന്തോഷവും സംതൃപ്തിയും നിറയുന്നതായ അനുഭവം, ഈ ലോകത്തിന് എടുത്തു മാറ്റാൻ സാധിക്കാത്ത ആനന്ദമാണ് പരിശുദ്ധാത്മാവിലൂടെ ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്നത്. സ്നേഹമുള്ളവരെ, ഈ ആനന്ദം, പരിശുദ്ധാത്മാവ് നൽകുന്നതായ ആനന്ദം, ഈ ആനന്ദത്തിന് വേണ്ടിയല്ല എങ്കിൽ,
ഈ സംതൃപ്തിക്ക് വേണ്ടിയല്ല എങ്കിൽ നീ എന്തിനാണ് അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആത്മീയ പാരമ്പര്യത്തിൽ, ക്രൈസ്തവ ആത്മീയ പാരമ്പര്യത്തിൽ പ്രാർത്ഥനയെ ഒരു പരിശ്രമവും അധ്വാനവുമൊക്കെയായിട്ട് സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് പൗരസ്ത്യ ദേശത്തെ താപസ പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രയർ ഈസ് എ ലേബർ, പ്രയർ ഈസ് എ ടോയിലിംഗ്, പ്രയർ ഈസ് ആൻ എഫേർട്ട് എന്നൊക്കെ പറയുന്ന ഒരു ആത്മീയ പാരമ്പര്യം. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമന്വിതമായ ഒരു പരിശ്രമമാണ് എങ്കിൽ, അധ്വാനമാണ് എങ്കിൽ, നാം ആത്യന്തികമായി പ്രാർത്ഥനയിലൂടെ ലക്ഷ്യം വെക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നാം പ്രാർത്ഥിച്ച് ദിവസവും നാം പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ പരിശുദ്ധാത്മ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതും വേറെ ഒന്നിനും വേണ്ടിയല്ല, ഈ പരിശുദ്ധാത്മ നിറവ് അവർക്കുണ്ടാകുവാൻ വേണ്ടിയ. സ്നേഹമുള്ളവരെ, നാം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാലും നാം പ്രാർത്ഥിക്കേണ്ടത് ആ വ്യക്തിക്ക് പരിശുദ്ധാത്മ അഭിഷേകമുണ്ടാകുവാനാണ്. കാരണം പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ദുശ്ശീലങ്ങളും തഴക്കദോഷങ്ങളും അകന്നു പോകും. പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിൻ്റെ സകല വിശുദ്ധിയും പുണ്യവും കടന്നു വരും. പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള ദൈവഹിതം ആരായുവാനും അത് അനുവർത്തിക്കുവാൻ അധ്വാനിക്കുവാനും ആരംഭിക്കും. പരിശുദ്ധാത്മ അഭിഷേകമുള്ള ജീവിത വിശുദ്ധിയുള്ള ഒരു വ്യക്തി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ, തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ കൃത്യമായും നിഷ്ഠയോടും നിർവഹിക്കുവാൻ തുടങ്ങും. പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സകല നന്മകളും സകല കൃപകളും സകല പുണ്യങ്ങളും കടന്നു വരുവാൻ തുടങ്ങും. ഉണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവേ എൻ്റെ കുഞ്ഞിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും പരിശുദ്ധാത്മ ദാനങ്ങളും പരിശുദ്ധാത്മ ഫലങ്ങളും നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വൈദികർക്ക് വേണ്ടിയും നിങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതർക്ക് വേണ്ടിയും തിരുസഭയുടെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവരിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുവാനായിട്ട്. അവരുടെ സമർപ്പണത്തിൽ, അവരുടെ പൗരോഹിത്യത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന, അവരിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മ കൃപകൾ വീണ്ടും വീണ്ടും ജ്വലിക്കുവാൻ വേണ്ടിയാ നാം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനത്തിൻ്റെയും വിശുദ്ധിയുടെയും എളിമയുടെയും അഭിഷേകം ജ്വലിക്കുവാൻ വേണ്ടിയാ നാം പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ നാം ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും എന്തിനു വേണ്ടി ആഗ്രഹിച്ചാലും നാം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയാ. കാരണം പരിശുദ്ധാത്മാവാണ് ഓരോ വ്യക്തിക്കും ആവശ്യമായ നന്മകളും ആവശ്യമായ കൃപകളും നൽകുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള വ്യക്തികളായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മ നിറവുള്ള പ്രാർത്ഥനയുടെ കൃപയുള്ള വിശുദ്ധ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.